Hi friends, salt and pepper ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഉള്ളി ചിക്കൻ ആണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സവോള 4 എണ്ണം, പഞ്ചസാര ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, വെളിച്ചെണ്ണ 250 ഗ്രാം, മുളക് പൊടി 2 സ്പൂൺ, തക്കാളി 3 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഓരോ സ്പൂൺ വീതം, നാരങ്ങ അരമുറി, കശ്മീരി മുളക് പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി ആവശ്യത്തിന്, ചിക്കൻ കറിക്കട്ടരിഞ്ഞത് 1.5 കിലോ. ഇവയാണ് ചേരുവകൾ. ഇത് നമുക്ക് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ചിക്കൻ വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് മുളക് പൊടി 2.5 ടീസ്പൂൺ, കശ്മീരി മുളക് പൊടി 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, നാരങ്ങ പിഴിഞ്ഞത് 1 സ്പൂൺ, ഒരു നാരങ്ങയുടെ പകുതിയാണ്. ഇവ നന്നായി ഇളക്കി ചേർത്ത് ചിക്കനിൽ പിടിപ്പിച്ച ശേഷം 20 മിനിറ്റ് ഫ്രിഡ്ജിൽ മാരിനേഷനായിട്ട് വെക്കുക. 20 മിനിറ്റിനു ശേഷം പുറത്തെടുത്ത് ഒരു ഫ്രൈ പാനിൽ 250 ഗ്രാം എണ്ണ ഒഴിച്ച് അതിലേക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ഒരൽപ്പം പഞ്ചസാരയും ചേർത്ത് സവോള അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ഈ സാധനം നമുക്ക് മാറ്റിവെക്കാം. അതിനുശേഷം ഇഞ്ചി 2 സ്പൂൺ, വെളുത്തുള്ളി 2 സ്പൂൺ ഇവയും 1 സ്പൂൺ കുരുമുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പട്ട ആവശ്യത്തിനും കൂടി ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കുക. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് 2 സവോള അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റണം. വഴന്നു വരുമ്പോൾ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി വഴറ്റണം. അതിനുശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന 3 തക്കാളിയും കൂടി ചേർത്ത് 2 മിനിറ്റ് മൂടി വെക്കുക. നേരത്തെ വറുത്തു മാറ്റി വെച്ചിരുന്ന സവോളയും കൂടി ഇതിനൊപ്പം ചേർക്കാം. ഇതിലേക്ക് പുരട്ടി വച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് ഇളക്കി നന്നായി വേവിക്കണം. ഉപ്പ് ആവശ്യത്തിനും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. അവസാനമായി വറുത്തു വച്ചിരിക്കുന്ന സവോള അല്പവും മല്ലിയില കുറച്ചും കൂടി ചേർത്ത് നന്നായി ഇളക്കി വാങ്ങുക. ഇതോടെ നമുക്ക് സ്വാദിഷ്ടമായ ഉള്ളി ചിക്കൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.